ഇത് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയായ സ്മിനേഷ്, പുരോഹിതനായ അപ്പൻ്റെ മകൻ. ജനന സമയത്തുണ്ടായിരുന്ന സ്മിനേഷിൻ്റെ ചില വൈകല്യങ്ങളിൽ തളർന്നുപോയ മാതാപിതാക്കളുടെ മനസ്സിലെ നെടുവീർപ്പുകൾക്ക് വിരാമമിട്ട് ദൈവകൃപയാൽ ഒരു കലാകാരനായി വളർന്ന സ്മിനേഷിൻ്റെ ജീവിതകഥ അത്യന്തം അത്ഭുതാവഹമാണ്. ഹായ്, എൻ്റെ പേര് സ്മിനേഷ് ജോൺ സാമുവൽ. ഞാനിപ്പോൾ താമസിക്കുന്നത് കാട്ടാക്കടയാണ്. കാട്ടാക്കട അരുമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾ പ്രീസ്റ്റാണ്, സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞ സഭയിൽ. എനിക്കൊരു സഹോദരിയുണ്ട്. പിന്നെ ഞാൻ വിവാഹിതനാണ്, ഒരു കുഞ്ഞുണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ. പിന്നെ സഹോദരി വിവാഹിതയാണ്, ഹസ്ബൻഡ് കുഞ്ഞ് ആയിട്ട് അവർ കാട്ടാക്കടയിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ജോലി കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് BFA ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്തു. ചില സിനിമകളുടെ അസിസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ചില ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സ്കൂൾ കുട്ടികൾക്കിടയിലെ ട്രെയിനിങ് പ്രോഗ്രാം ലൈഫ് സ്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ശ്രീകാര്യത്ത് ലയോള കോളേജിലെ LES എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ LESൽ DDI എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡിസൈനിങ്, മാഗസിൻ ഡിസൈനിങ്, അവിടുത്തെ പോസ്റ്റർ ഡിസൈനിങ്, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നിലവിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. ജനിക്കില്ല, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും നഷ്ടമാകും എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ എൻ്റെ പിതാവ് ലേബർ റൂമിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ ഒരു പ്രായത്തിൽ മുമ്പോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് നീ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവളെ, എന്നിൽ നിന്ന് അകറ്റാനാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന, അതിൻ്റെ ഫലമായിട്ടാവാം ഇന്നിപ്പോൾ ചെറിയൊരു വൈകല്യത്തോടെയാണെങ്കിലും ഇന്ന് ഈ ഭൂമുഖത്തായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ പല പല സാഹചര്യങ്ങൾ, എന്താ പറയുക, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന സിറ്റുവേഷനുകളിലൂടെ എനിക്ക് കടന്നു പോകാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു എൻ്റെ പ്രധാന വിഷയം. അതിൻ്റെ പ്രൊജക്റ്റ് വർക്കും ഒരു ഹിപ്പ് ഹോപ്പ് ബീറ്റ് ബോക്സിംഗ് ബാൻഡ് എന്നുള്ളൊരു വർക്കായിരുന്നു. ഇപ്പോൾ നിലവിൽ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, ഒരു റാപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സോങ്ങൊക്കെ ചെയ്യണം. ഇപ്പോൾ ഏറ്റവും അടുത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനുവരിയിലത്തേക്കെങ്ങാണ്ടും റിലീസാകും കരുതൽ എന്ന് പറയുന്നൊരു മൂവി. അതിൻ്റെ എൻഡ് ടൈറ്റിൽ, അതിൻ്റെ പ്രൊമോഷൻ സോങ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. പഠനകാലത്ത് ഒരു ചെറിയൊരു വൈകല്യത്തോടു കൂടിയാണ്, അതായത് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അവർ എന്നെ എടുക്കുകയും, മൂന്നാമത്തെ ദിവസമാണ് അറിയുന്നത് ഇങ്ങനെ എൻ്റെ കൈക്ക് അത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊക്കിയെടുത്തപ്പോൾ എൻ്റെ കൈ രണ്ടും കൂടെ ഇങ്ങനെ ലൂസായിട്ട് താഴെ. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ പെട്ടെന്ന് എന്നെ എടുത്തുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. ഈ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ബലമില്ല, തളർന്ന് കിടക്കുന്നു എന്ന് പറയട്ടെ. അപ്പോഴാണ് ഡോക്ടർ ചെക്കപ്പ് ചെയ്യുകയും അതിനുശേഷം പിന്നെ പ്ലാസ്റ്റർ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്ലാസ്റ്റർ ഇടുക. അപ്പം പിഞ്ച് ശരീരമായിട്ട് ഒത്തിരി ബലം കൊടുക്കാൻ പറ്റാതെ കൊണ്ട് ഇത് തിരിഞ്ഞു പോവുകയും പിന്നെ അത് സ്ഥിരമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ പോലും ഇന്ന് പല കാര്യങ്ങളും ചെയ്യാൻ, ഞാനൊരു ഡ്രമ്മർ കൂടിയാണ്. ഈ ആരുടെയും കീഴിൽ പോയി പഠിച്ചിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡ്രമ്മിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ, എന്താ പറയുക, രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു കാര്യം അത് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വലിയ കൺവെൻഷൻ നടക്കണം. അന്ന് എൻ്റെ പിതാവ് തിരുവല്ല ഭാഗത്ത് ആണ്, അവിടുത്തെ ഒരു ചർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് ചാടി ഓടി ആ സ്റ്റേജിലൂടെ ഇങ്ങനെ പോയി ഈ ഡ്രം സെറ്റിൽ ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് ഓടി. അപ്പോൾ ഡ്രംസ് വായിക്കുന്ന ആ വ്യക്തി എന്നെ ഒരുപാട് നിറഞ്ഞ ആൾ നിൽക്കുകയാണ് ആ സദസ്സിൽ വെച്ചിട്ട് എന്നോട് ദേഷ്യപ്പെട്ടു. നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അത്രയും ആളുകളുടെ മുമ്പ് വെച്ച് അങ്ങനെ ഒരു ഇൻസൾട്ട് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ
പഠിക്കുന്നത് കണിച്ചുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്കൂളിലാണ്. അപ്പോൾ പള്ളിയും സ്കൂളും കൂടെയാണ്. സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം ചർച്ചിൻ്റെ ആ ഭാഗത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ പോയിട്ട് എനിക്ക് ഡ്രം സെറ്റ് വേണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇദ്ദേഹം പറയാലോ, ഈ ഡ്രംസ് എങ്ങനെ വായിക്കേണ്ടതല്ല, എങ്ങനെ കൊട്ടേണ്ടതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കത് വേണം. എൻ്റെ 9ാം ക്ലാസ്സിലെ വലിയ പരീക്ഷയുടെ ആ സമയത്ത് കഴിയുന്ന ആ ഒരു സമയത്ത് അതേ ഡ്രം സെറ്റ് തന്നെ ഞാൻ വാങ്ങിച്ചു, എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു തീരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. റാപ്പ് സംഗീത രചനയിൽ വൈദഗ്ധ്യമുള്ള സ്മിനേഷ് ഡ്രംസ് വായനയിലും നിപുണനാണ്. പ്രതിസന്ധികളെ ഊർജ്ജസ്വലതയോടെ അതിജീവിക്കുവാനുള്ള കരുത്ത്, വിശ്വാസവചനങ്ങളെ നെഞ്ചിലേറ്റുന്ന സ്മിനേഷിൻ്റെ ജീവിതത്തിൽ ആർജിക്കാനായത് തികച്ചും ദൈവകൃപ എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന് പറയുവാനുള്ളത്. ഡിഗ്രിക്ക് ഞാനിവിടെ ഫൈൻ ആർട്സ് കോളേജിലെ ഇൻ്റർവ്യൂ ഏകദേശം മൊത്തത്തിൽ 130 സീറ്റോ 122 സീറ്റ് എങ്ങാണ്ടാണ്, 23 സീറ്റാണ് ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ. അന്ന് 700ഓളം പേരായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അങ്ങ് കേരളത്തിലെ മൊത്തം സ്ഥലത്തു നിന്നുള്ളത് 3 കോളേജാണുള്ളത്. 3 കോളേജിലേക്കും ഇൻ്റർവ്യൂ നടക്കുന്ന ട്രിവാൻഡ്രത്ത് ഫൈൻ ആർട്സ് കോളേജ് വെച്ചിട്ടാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ അഡ്മിഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം ഓരോരുത്തരൊക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പം അവർ വരച്ചേക്കുന്ന ചിത്രങ്ങൾ, പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട് വലിയ ഇതായിട്ട്, എനിക്കാണെങ്കിൽ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർക്കുള്ള റെക്കോർഡ് ബുക്ക് വരച്ചുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ എനിക്ക് അഡ്മിഷൻ കിട്ടിയേ പറ്റത്തുള്ളൂ. ഞാൻ ദൈവത്തോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. 123 പേരെ സെലക്ട് ചെയ്തതിൽ 122ാമത്തെ റാങ്കിൽ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റി. അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓരോരോ എന്താ പറയുക നിമിഷങ്ങളിലും ദൈവത്തെ നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലാണ്. 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് അയച്ചു തരുന്ന പൈസ എന്ന് പറയുന്നത് താമസത്തിനും ഭക്ഷണത്തിനും പിന്നെ ഒക്കെ ആയിട്ട് തന്നെ ഒരുമിച്ച് അല്ലെങ്കിൽ അതിനുള്ളൊരു ഫണ്ടിങ് മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് അത്ര, കാരണം അന്ന് തന്നെ ഒരു നേരത്തെ ഊണിന് തന്നെ ഏകദേശം 60 രൂപ 70 രൂപ ഒക്കെ ചിലവ്. അപ്പോൾ ഒരു ദിവസത്തേക്ക് എനിക്ക് ചിലവാക്കാനുള്ള പൈസയ്ക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ ഞങ്ങളൊരു 12 പേര് ഒരുമിച്ചായിരുന്നു താമസം. അപ്പം ഇവരെല്ലാം പല ഭാഗത്ത് വീടുകളിലേക്ക് പോയി. അപ്പോൾ ശനിയാഴ്ചയാണ് എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വന്ന് പോകുക എന്ന് പറയുന്നത് ആഴ്ചയിലേക്ക് പറ്റത്തില്ല. അപ്പം കൂട്ടുകാരൊക്കെ പോയി, ഞാൻ മറ്റൊക്കെ റൂമിലുണ്ട്. അപ്പം ആരാധന മുടക്കണ്ടല്ലോ എന്നോർത്ത് നമ്മുടെ സിറ്റിക്കകത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്, ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്. അവിടെയാണ് ഞാൻ ആരാധനയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ, അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എൻ്റെ പൈസ ഉണ്ടോ? ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ആ വെച്ചിരുന്ന പൈസ എടുത്ത് ഞാൻ വേറെന്തോ സാധനങ്ങൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. ബാക്കി 5 രൂപയുള്ളൂ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി ഉണ്ടായിരുന്ന 5 രൂപ ഞാൻ സ്തോത്ര കാഴ്ച ഇട്ടു, തിരിച്ചു വരിക. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചത്തേക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. തൃശ്ശൂർ ഞാൻ ഇങ്ങനെ നടന്ന് തിരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ടു, തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ താഴെയായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ മ്യൂസിയത്തിൽ വിസിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ഫാമിലി, ഒരു മുസ്ലിം ഫാമിലിയാണ്. അപ്പം അവർ അടുത്തുള്ളൊരു കരിക്കടയിൽ നിന്ന് ഈ കരിക്ക് കഴിച്ചിട്ട്, അപ്പോൾ ഒരു കുഞ്ഞ് കൊച്ച് ഈ കരിക്ക് കുടിച്ചിട്ട് ഇത് വലിച്ചെറിയുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ ഞാൻ ഈ കരിക്കെടുത്ത് മെല്ലെ അവിടെ നിന്ന് വന്ന് ഇവർ വണ്ടി കയറി പോയി. ഞാൻ മെല്ലെ നടന്ന് വന്നു. എൻ്റെ കാലുകൊണ്ട് മെല്ലെ തട്ടി വണ്ടിയൊക്കെ ഇട്ടേക്കുന്നതിൻ്റെയൊക്കെ ഈ മരം വെച്ചിട്ട് ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയേക്കുന്നതിൻ്റെ ചുറ്റുപാടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ട് മെല്ലെ തട്ടി. അപ്പോൾ ഞാൻ ഇതൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഈ കരിക്ക് കച്ചവടക്കാരൻ കാണുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങോട്ട് മാറ്റി ഒതുക്കി വെച്ചിട്ട് കരിക്കെടുത്ത് മെല്ലെ കല്ലെടുത്ത് ഇടിച്ചു പൊട്ടി. എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് പിടിച്ച് വെച്ച് ഇടിച്ച് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം മെല്ലെ ഇടിച്ച് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ഇതുപോലെയാണ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, പൈസയൊന്നുമില്ല. അതേ പറഞ്ഞ പുള്ളിക്കാരൻ ആ കരിക്കെല്ലാം എനിക്ക് വെട്ടി കഴിക്കാൻ തന്നു. വൈകിട്ടത്തേക്കെങ്കിൽ നീ ഇത് കൊണ്ടുപോക്കോ. കാരണം ഞാനിന്ന് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ പുള്ളി എന്നെ കൈയൊക്കെ വയ്യാത്തതുകൊണ്ട് പുള്ളി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ കൊണ്ടുപോക്കോ എന്നൊക്കെ പറഞ്ഞു, പൈസ ഒന്നും തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വേറൊരു കരിക്കും തന്നു. വൈകിട്ടത്തേക്ക് കഴിക്കാനൊരു കരിക്കും
സെറ്റ് ചെയ്ത് പുള്ളി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞ ബൈബിളിൽ പറയുന്നുണ്ട്, ഈ കാക്കയെ കൊണ്ട് ഭക്ഷണം തരിക്കുന്ന ഒരു സംഭവം. അതൊക്കെ എൻ്റെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, ആ ദൈവമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാനൊരു ഡിസേബിൾഡ് പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ആ ഒരു വളർച്ചയുടെ കാലങ്ങളിലൊക്കെ കുറേ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ കലാമേഖലകളിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പം കുട്ടിക്കാലത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. പുള്ളിക്കാരി ഇപ്പം നമുക്ക് എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കൊണ്ട് എഴുതിപ്പിക്കുക ചോദിപ്പിക്കുകയൊക്കെ സ്ഥിരം പരിപാടിയാണല്ലോ. അങ്ങനെ പുള്ളിക്കാരി ചോദിച്ചു. അപ്പം കുട്ടിക്കാലത്തൊന്നും വീട്ടിൽ ടി വി ഒന്നുമില്ല, അടുത്തുള്ള വീടുകളിലൊക്കെ ദൂരദർശൻ ഒക്കെയാണ് നമുക്ക് അന്നത്തെ ആശ്രയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ പിറ്റേ ഞായറാഴ്ച വരെ കാത്തിരിക്കണം. അങ്ങനെ നമ്മൾ വിളിക്ക് വിടുമ്പോഴും അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്തുമൊക്കെ ഇതിൻ്റെ കഥകൾ പറച്ചിലും ഒക്കെയാണ്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ സ്കൂൾ കലോത്സവം നടക്കുക, സബ് ജില്ലാ കലോത്സവം. അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ഭീമൻ രഘുചേട്ടൻ്റെ മോള് വരികയാണ് ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം എൻ്റെ ഉള്ളിൽ എനിക്കും ആഗ്രഹം ഒരു സെലിബ്രിറ്റി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴും നമ്മളെ കാണാനുമൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കാത്തു നിൽക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി. അപ്പം ടീച്ചർ ചോദിച്ചു, പേപ്പർ എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി വെച്ചു സിനിമാ നടനാകണം. ക്ലാസ്സിൽ ഭയങ്കര ചിരിയായിരുന്നു, പൊട്ടിച്ചിരിയായിരുന്നു. കുറച്ചുകൂടെ വളർന്ന് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അത് എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് പക്ഷേ ഞാനത് ആ ആഗ്രഹം വിട്ട് കളയാൻ തയ്യാറുണ്ടായിരുന്നു. ആ മേഖല സിനിമ എന്നുള്ള മേഖലയിലേക്ക് പോവുക എന്നത്. അപ്പോൾ അതിനുള്ള വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് പിന്നെ സിനിമ ഡയറക്ഷൻ എന്നുള്ള രീതിയിലേക്ക് നോക്കാം. അതാകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആരും നോക്കത്തില്ലല്ലോ, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ഏകദേശം മുമ്പോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ ഫൈൻ ആർട്സിലേക്ക് തിരിയുന്നതിന് കാര്യം. അപ്പോൾ പറഞ്ഞു വന്ന കേസ് അതല്ല, കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഇപ്പോൾ എനിക്ക് കൈക്ക് പ്രശ്നമുള്ളതുകൊണ്ട് എന്നെ കളിയാക്കി വിളിച്ചൊരു പേരുണ്ട്, 1.5. അപ്പം ഇതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിഷമം. കാരണം നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കൂടെ ഒരു കൂട്ടം കൂട്ടുകാരുണ്ട്, അവരെല്ലാം തമാശയ്ക്കും രസത്തിനൊക്കെ ആയിട്ട് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പം നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഞാൻ ചിരിച്ചിരിച്ച് തള്ളിയെങ്കിലും എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇതേ പേരിൽ തന്നെ ആ ഇൻസിഡൻറ്റുകളുടെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയുണ്ടായി. അത് എന്നിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഞാൻ അനുഭവിച്ച വിഷമം എന്താണെന്നൊക്കെ അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സിറ്റുവേഷനുണ്ട്. XLBBS എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ 2 കുട്ടികളുടെ 2 വീഡിയോസ്, സോങ്ങൊക്കെ ഉൾപ്പെടുന്ന 2 വീഡിയോസ് അത് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് നാരായണൻ സാറ് ചെയ്ത നാടകത്തിൻ്റെ ഒരു ഭാഗം, ചെറിയൊരു റോള് എങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ സോങ്, അത് റാപ്പാണ്. സോങ്ങിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി അടുത്ത് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. NSSൻ്റെ ക്യാമ്പുകളുണ്ടല്ലോ, അവിടെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആരംഭിക്കുന്നത്. അത് കോളേജിൽ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളുടെ അന്നത്തെ നോഡൽ ടീച്ചറിന് ഇഷ്ടപ്പെടുകയും അവർ മറ്റു പല സ്ഥലത്തും പോയി എനിക്ക് സെഷനുകൾ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ തരികയും ചെയ്തു. കാരണം ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ സങ്കടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒന്ന് മാറി നിൽക്കും, ഒരു കാര്യത്തിനും അറ്റൻഡ് ചെയ്യാതെ മാറി നിന്നപ്പോൾ ഒരിക്കലും നിക്ക് യുജീൻ്റെ ഒരു വീഡിയോ എനിക്ക് കാണാനിടയായിരുന്നു. നിക്ക് യുജീനെ എല്ലാവർക്കും അറിയാമല്ലോ, കൈകളും കാലുകളും ഇല്ലാത്തൊരു വെറും മാംസപിണ്ഡമായിട്ടുള്ളൊരു വ്യക്തി. ആ വ്യക്തി ആളുകൾക്ക് കൊടുക്കുന്നൊരു പ്രചോദനം, ആ ഒരു വ്യക്തിത്വം ഞാൻ വിചാരിച്ചു എൻ്റെയൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നും അല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടാകും. അപ്പം ഒരുപാട് പേര് നമുക്ക് സമൂഹത്തിൽ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിലും എൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് മനസ്സ് വിഷമിച്ച് അല്ലെങ്കിൽ അയ്യോ എനിക്കതില്ല എന്നില്ല, ആ ഒരു ചിന്തയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റിയെടുക്കുക. അതല്ല ജീവിതം. നമുക്ക് ദൈവം തരുന്ന ടാലൻറ്റുകൾ
അത് മനസ്സിലാക്കി അതിനെ പരിപോഷിപ്പിക്കുക എന്നൊരു ആഗ്രഹം, ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും ഒരാൾക്ക് ജീവിതത്തിനൊരു മാറ്റം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് എന്നാൽ കഴിയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സെഷനുകൾ ചെയ്തു തുടങ്ങിയത്. ലൈഫ് സ്കിൽ ട്രെയിനർ എന്ന രീതിയിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തുകൊണ്ടവർ പിന്നിലേക്കായി എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇപ്പം പാരൻറ്റിങ് സെഷനുകളും ഒക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഒക്കെ ഇപ്പം നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതൊക്കെ കൊണ്ട് എത്തിക്കുന്നത് ആ ഒരു ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു സ്നേഹം അവരിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ എന്നിലുണ്ടാക്കിയൊരു മാറ്റം അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു അവസരങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം തക്ക സമയത്ത് വേണ്ടതൊക്കെ നൽകി മനോഹരമായൊരു ഭവനം വെക്കാനായിട്ട് ദൈവം സഹായിച്ചു. അത് ദൈവത്തിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഒരു ഫലം മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തന്നെ. സഹോദരിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷമായി കുട്ടികളില്ലാതിരിക്കുകയായിരുന്നു. പലരും ചോദിച്ചു, നമുക്കറിയാം നമ്മുടെ ഈ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, കുട്ടികളായില്ലേ, ഇതാ എന്നുള്ളൊരു വിഷമം അവർക്കുള്ളിലുണ്ട്. പക്ഷേ അവരാരും പറയുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇപ്പോൾ അവളുടെ ഡെലിവറി കഴിഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഓരോ എന്താ പറയുന്ന നടത്തിപ്പും നമുക്കത് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബൈബിളിൽ വായിച്ച് പോകുമ്പോൾ കർത്താവിനെ തോളിലേറ്റിക്കൊണ്ട് പോകുന്ന ഒരു കഴുതയെക്കുറിച്ചിട്ട് നമ്മൾ വായിക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്നത് ആ ഒരു കഴുതയെ പോലെയാണ്. പെൺകഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. അതിൻ്റെ മുമ്പിലേക്കാണ് മരച്ചില്ലകളും അവരുടെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഈ സമൂഹത്തിൽ നോക്കുമ്പോൾ ഡിസേബിൾഡായിട്ട് അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നെ എൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ എൻ്റെ കർത്താവിന് വാഹനമേറുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ അർഹിക്കാത്ത ഒരുപാട് വേദികളിൽ അല്ലെങ്കിൽ അർഹിക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്നെ പിടിച്ചുയർത്താൻ ദൈവത്തിന് സാധിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതൊന്നും ഒരിക്കലും എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല. ഞാൻ എൻ്റെ ദൈവത്തെ ഉയർത്തി കാണിക്കാനായിട്ട് അവസരങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള നന്മകൾ ജീവിതത്തിലുണ്ടാകുന്നു. ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് പേര് പലവിധമാകുന്ന മാനസികമായ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് ലഭിക്കുന്നില്ല. ചില ആളുകളുണ്ട് ഇങ്ങനെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ പാരൻസൊക്കെ പള്ളിയിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കാണുന്നു. പക്ഷേ നമ്മൾ ദൈവവും തമ്മിലുള്ളൊരു ബന്ധം അത് എത്രത്തോളം സത്യസന്ധം ആത്മാർത്ഥമാണ് എന്ന ഒരു കാര്യം അത് ശരിക്കും രുചിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതിൽ എൻ്റെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും അത്തരത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയ്ക്ക് പോകുന്നു എന്നൊക്കെ ഉപരി ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ ഉള്ള സാഹചര്യം വ്യക്തമായിട്ട് അങ്ങനൊരു സാഹചര്യത്തിലൂടെ എനിക്ക് പല സമയങ്ങളിലും കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു കരുക്ക് കച്ചവടക്കാരൻ എനിക്ക് കരുക്കെടുത്ത് തന്നതും, അതുപോലെ അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച സമയത്ത് അഡ്മിഷന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നതും, അതൊക്കെ തന്നെ പറയുന്ന രീതിയിൽ ദൈവത്തോടുള്ളൊരു ബന്ധം. അത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അത് നമ്മളിൽ നിന്ന് വിട്ടു മാറാൻ ഒരു റിലേഷൻഷിപ്പ്, കർത്താവുമായുള്ളൊരു ബന്ധം നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും പല പ്രതിസന്ധികൾ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ തന്നെ വീണ്ടും അവരിലേക്ക് അടുപ്പിക്കുന്ന ഒരു സാഹചര്യം
ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാലും രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന മുതൽ വൈകിട്ട് കിടക്കുന്ന സമയം വരെയുള്ള പ്രാർത്ഥനകൾക്കിടയിൽ ദൈവത്തിൻ്റെ ഓരോ നടത്തിപ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ദൈവത്തുമായുള്ളൊരു ബന്ധം അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു കരുതലായിട്ട് താങ്ങായിട്ട് ദൈവം എന്നും കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഓരോ നന്മയ്ക്കും ഞാനെന്നും നന്ദിയും കടപ്പാടുമുള്ള ഒരാളായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം എൻ്റെ കുടുംബത്തിനാണെങ്കിലും ഇപ്പം നമുക്കറിയാം ഒരു കുറവുമില്ലാതെ ഒരുപാട് ആളുകൾ ഇന്ന് വിവാഹം കഴിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ വിവാഹം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും നല്ലൊരു ജീവിതം ലഭിച്ചു, സന്തോഷകരമായി മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെ എനിക്ക് ദൈവം തന്നൊരു എന്താ പറയുക കരുതലാണ്. മാതാപിതാക്കൾ ഇതിനിടയ്ക്ക് അമ്മ ഒന്ന് വീണു, നട്ടലിന് പൊട്ടലായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. വൈദ്യനെ കാണിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, വീണപ്പോൾ തന്നെ കൊണ്ടുപോയി. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിട്ടു. പക്ഷേ മമ്മിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. മാറാത്ത നടുവേദനയാൽ മമ്മി ഭയങ്കരമായിട്ട് വിഷമിച്ചു. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടും ഇതും മാറാതെ ഇരുന്ന സിറ്റുവേഷനിലാണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കാണുന്നത്. അപ്പോഴാണ് ആദ്യത്തെ വീഴ്ചയിൽ തന്നെ ആദ്യത്തെ എക്സ്റേയിൽ തന്നെ പൊട്ടലുണ്ട്. 2 മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും. ഉടനെ തന്നെ ഡോക്ടർ പിറ്റേ ആഴ്ച തന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കുകയും ഡോക്ടർക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു ഇനി, കാരണം അമ്മ വണ്ണമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്, ഇനി എഴുന്നേറ്റ് നടക്കില്ല, കിടപ്പായി പോവും എന്ന് വരെ തീരുമാനിച്ച, അല്ലെങ്കിൽ ഡോക്ടർ വിധി എഴുതിയൊരു സിറ്റുവേഷനിൽ ഇപ്പോഴും അമ്മ, ഇപ്പോൾ എൻ്റെ സഹോദരി ഡെലിവറി കഴിഞ്ഞ് വീട്ടിലുണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം, അവളെ ശുശ്രൂഷിക്കുന്നതും കുഞ്ഞിൻ്റെ കാര്യങ്ങളും വീട്ടിൽ ഭക്ഷണം വെക്കുന്നതും ഒക്കെ തന്നെ അമ്മയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ദൈവം അമ്മയ്ക്ക് ബലം നൽകി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ നന്മകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിശ്വാസ ജീവിത വഴികളിലെ യാത്രകൾക്കൊപ്പം ദാനമായി ലഭിച്ച കലാനൈപുണ്യത്തെ മറ്റുള്ളവർക്കായി പ്രയോജനപ്പെടുത്തണം എന്നാണ് സ്മിനേഷിൻ്റെ ആഗ്രഹം. കലാജീവിതത്തിൻ്റെ ദിവ്യ ചൈതന്യത്തെ സമർപ്പണത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് സ്മിനേഷ്.